വൂളൻ ക്യാപ്പാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് അത്യാവശ്യമായിട്ട് വേണ്ടൊരു ഐറ്റമാണ് വൂളൻ നൂല്. ഓക്കെ, കുറച്ച് കട്ടിയുള്ള ഒരു നൂലാണ്. പിന്നെ ഇതുപോലുള്ള ഒരു റിങ് വേണം. ഇത് ചെറിയ കുട്ടികൾക്ക് പറ്റിയ ഒരു ക്യാപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു പ്ലാസ്റ്റിക്കിലുള്ള ഒരു നീഡിൽ. 3 കളേഴ്സിലുള്ള നൂലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ചൊരു ഡാർക്ക് റോസാണ് ഫസ്റ്റ് വണ്ണ്. പിന്നെ അതിനേക്കാൾ കുറഞ്ഞ ലൈറ്റ് കളറിൽ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. എന്തായാലും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാപ്പാണ്. ഏതൊരു ചെറിയ കുട്ടികൾക്കായാലും ചെയ്ത് പഠിക്കാൻ പറ്റിയ ഒരു ക്യാപ്പാണ്. അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ ഒരു റൗണ്ട് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം എല്ലാതും ഇതുപോലെ ഒന്ന് താഴോട്ട് വലിച്ച് ഇറക്കി വെക്കുക. അതിനുശേഷം വീണ്ടും അതിന് മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുക. ഇങ്ങനെ 2 ലെയറാണ് ചെയ്യേണ്ടത്. ആ 2 ലെയർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ താഴെയുള്ള ആ പോർഷൻ ഉണ്ടല്ലോ, ആ താഴെയുള്ള പോർഷനാണ് നമ്മളത് എടുത്തിട്ട് ഉള്ളിലോട്ട് വലിച്ചിടും. ആ വലിച്ചിടുന്നത് കുറച്ച് ഒരു ബുദ്ധിമുട്ടാണ്. അതിനായിട്ടുള്ളൊരു ചെറിയൊരു കൊക്കയൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് അതിനേക്കാളൊക്കെ സിമ്പിളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ കൈകൊണ്ട് ചെയ്യുന്നതാണ്. എന്തായാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തും 2 ലെയറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതാ ഈ താഴെയുള്ള പോർഷന് ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് യെല്ലോയിൽ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്നാണ് നമ്മൾ താഴെയുള്ള പോർഷൻ ഉള്ളിലോട്ട് ഇടേണ്ടത്. അപ്പോൾ അതുപോലെ ഇങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ 2-3 ലെയർ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കുറച്ചുകൂടെ ഇത് നീളത്തിൽ കാണിക്കുന്നത്. ഇങ്ങനെ ഒരു ലെയറായ വീണ്ടും ഒരു ലെയർ അതിന് മുകളിലൂടെ ചുറ്റി വെക്കുക. വീണ്ടും താഴെയുള്ളത് ഉള്ളിലോട്ട് വലിച്ചിടുക. ഒരു കളർ കഴിഞ്ഞാൽ നമ്മൾ അടുത്ത കളർ ഇതിനോട് കൂടി യോജിപ്പിച്ച് വെക്കുക വേണ്ടത്. അപ്പോൾ താഴെ ഭാഗമാണ് ആദ്യം ചെയ്ത് തീർക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് താഴെ ഭാഗം കുറഞ്ഞൊരു കട്ടിയിൽ വേണം. അപ്പോൾ ആ കട്ടി കൂട്ടാൻ വേണ്ടിയിട്ടാണ് താഴെയുള്ള പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം ആദ്യം നമുക്ക് വലിച്ച് ഇടാം. ഓക്കെ, അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗത്തോട്ട് നിൽക്കുന്നത്. ഇതിലൂടെ വലിച്ചാൽ താഴെ ഭാഗത്തോട്ട് അത് ക്ലിയർ ആയിട്ട് നിൽക്കും. അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കെട്ടിയിടുക. അതിനുശേഷം ഈ താഴെയുള്ള പോർഷൻസിലുള്ള ഓരോ കള്ളികളില്ലേ, ആ കള്ളി എടുത്തിട്ട് നേരെ മുകളിലോട്ട് ഒന്ന് വലിച്ചിട്ടിടുക. സിമ്പിളാണ്. ചെയ്ത് നോക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുപോലെ എല്ലാ ഭാഗവും ഇങ്ങനെ റൗണ്ടിൽ ചെയ്തെടുക്കുക. അതിനുശേഷം താഴെയുള്ള പോർഷൻ ഒന്ന് മുകളിലേക്ക് വലിച്ചിടുക. അപ്പോൾ അതവിടെ കെട്ടായിട്ട് മുറുകി നിന്നോളും. അപ്പോൾ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഹെഡിൻ്റെ താഴ്ഭാഗത്തായിട്ട് വരുന്ന ഒരു പോർഷനാണ് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുപോലെ എല്ലാ ഭാഗവും ഈ റൗണ്ട് ഫുള്ളായിട്ട് താഴെയുള്ള പോർഷൻ എടുത്തിട്ട് മുകളിലോട്ട് വലിച്ചിടുക. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാപ്പാണ് ഇത്. തന്നെ ഒറ്റ കളേഴ്സിലും നമുക്ക് ചെയ്തെടുക്കാം. ഞാനൊരു 3 കളേഴ്സ് വെച്ചിട്ടാണ് എടുക്കുന്നത്. ഇനി ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിനേക്കാൾ ലൈറ്റ് കളറാണ് ഞാൻ എടുക്കുന്നത്. ആ ലൈറ്റ് കളറ് ഈ കട്ട് ചെയ്ത ആ ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് കൂട്ടി യോജിപ്പിച്ച് വെക്കാം. അപ്പോൾ ഇനി അടുത്ത പോർഷന് ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്ത് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചിട്ടില്ലേ, അതുപോലെ തന്നെ 2 ലെയറായാൽ വീണ്ടും താഴെയുള്ള പോർഷൻ ഉള്ളിലോട്ട് വലിച്ചിടുക. ഇങ്ങനെ 2 കളേഴ്സ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. 3 കളേഴ്സ് വെച്ചിട്ടാണ് ചെയ്തത്. ഒരു കളറ് താഴെയായിട്ട് ചെയ്തു. ഇനി ബാക്കി 2 കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കുക. നന്നായിട്ട് മുറുക്കി വെക്കണം. കുറഞ്ഞൊരു പുഷ് ചെയ്തിട്ട് വേണം നമ്മളിത് ചെയ്യുമ്പോൾ. എന്നാൽ ഓവറായിട്ട് പുഷ് ചെയ്യാനും പാടില്ല. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മൾ രണ്ടാമത്തെ കളറും ഇതുപോലെ ഇങ്ങനെ ചെയ്ത് 2-3-4 തവണ നമ്മളിങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ അത്യാവശ്യം കുറച്ചൊരു വലിപ്പമൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ അങ്ങനെ 2 ലെയർ കഴിഞ്ഞ് ഇനി നമുക്ക് ഒരു ലെയറും കൂടെയാണ് ബാക്കിയുള്ളത്.
അതും ഇതുപോലെ തന്നെ ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ കണ്ടോ നന്നായിട്ട് നല്ല ഭംഗിയിൽ വരുന്നത് കണ്ടോ. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്, എല്ലാവരും ഒന്ന് ചെയ്യണേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ക്യാപ്പിൻ്റെ ഹൈറ്റ് എത്രത്തോളം വേണം അത്രയും ലെങ്ത്ത് നമുക്ക് എടുക്കാം. വേണ്ട 3 കളേഴ്സ് നമ്മളിത് ചെയ്തിട്ടുണ്ട്. ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ നോക്കി വെച്ച ഈ ഒരു അളവായിരുന്നു, അതായത് എൻ്റെ ചെറിയ മോക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വലിപ്പമാണ് നമുക്ക് പാകമായിട്ട് കാണിക്കുന്നത്. അങ്ങനെ വേറൊരു നൂലെടുക്കുക, അതായത് മുകൾ ഭാഗത്ത് ബാക്കി വെച്ച ആ കളറില്ല, ആ കളർ നൂല് തന്നെ വേണം നമ്മൾ എടുക്കാൻ. എന്നിട്ട് ഇങ്ങനെ 2 ലെയറാക്കിയിട്ട് എടുത്ത് വെക്കാം. എന്നിട്ട് സൂചിയിൽ ഓരോ ഭാഗവും ഇപ്പോൾ ഒരു ലെയറേ കാണിക്കുന്നുണ്ടാവുള്ളൂ, ഒരു ഭാഗം നമ്മൾ ഉള്ളിലോട്ട് വലിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് താഴെ ഒരു ഭാഗം മാത്രമേ കാണിക്കുള്ളൂ. അതിങ്ങനെ ഇതുപോലെ ഇങ്ങനെ കോർത്തെടുക്കുക. ഈ ഫുള്ള് ഭാഗവും, അതായത് ഈ റൗണ്ട് ഫുൾ ഭാഗമായിട്ട് ഇങ്ങനെ ഓരോന്ന് കോർത്തെടുക്കുക. എന്നിട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ മുകൾ ഭാഗം ഇങ്ങനെ കൂടി നിൽക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഫുൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ.